നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു നിലവിൽ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. പ്രതിമാസം 1000 രൂപ വീതം BPL AY റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഒരു പെൻഷൻ പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. ഇത് വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ മുൻ സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നു നടപ്പിലാക്കിയത്. 2026 ഫെബ്രുവരി മാസവും മാർച്ച് മാസവുമാണ് ഇതിൻ്റെ ധനസഹായ വിതരണം നടത്തിയിട്ടുള്ളത്. എന്നാൽ അതിനുശേഷവും വിതരണം നടത്തുന്നതിന് വേണ്ടി മുൻ സർക്കാർ 3720 കോടിയോളം രൂപ ഇതിനുവേണ്ടി നീക്കിവെച്ചു. എന്നാൽ പുതിയ ഗവൺമെൻറ് ഈ പദ്ധതി നിരാകരിക്കുകയാണ് ഉണ്ടായത്. പദ്ധതി വീണ്ടും പുനഃപരിശോധന ആവശ്യമാണ് എന്നതുൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങളാണ് സർക്കാർ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞിട്ടുള്ളതും. ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വരികയാണ്. 100 ദിന കർമ്മ പദ്ധതിയിൽ നിലവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന 100 ദിവസങ്ങളിൽ ഇത്തരം പദ്ധതികളുടെ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. ഇനി അത് മാത്രമല്ല, കുടിശ്ശിക ഇപ്പോൾ 3 മാസം പിന്നിട്ട് കഴിഞ്ഞു. വിതരണം ചെയ്യുകയാണെങ്കിൽ 2026 ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ മാസം ഈ 3 മാസങ്ങളിലെ സഹായം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ച് നൽകേണ്ടതുണ്ട്. അർഹതയുള്ള 18 ലക്ഷത്തോളം പേരാണ് നിലവിൽ ഈ ആനുകൂല്യം കാത്തിരിക്കുന്നത്. മുൻപത് 16 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കളായിരുന്നു. അതിനുശേഷവും വേരിഫിക്കേഷൻ പൂർത്തിയായി അപ്രൂവൽ വാങ്ങിയിട്ടുള്ളവരുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധനാ ഘട്ടങ്ങളിലൂടെ അർഹതാ മാനദണ്ഡങ്ങൾ വിലയിരുത്തി തന്നെയാണ് ഗുണഭോക്താക്കളെ അപ്രൂവ് ചെയ്യുന്നത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും തദ്ദേശ സ്ഥാപന സെക്രട്ടറി കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് ഡിജിറ്റൽ സൈൻ ചെയ്താണ് ഓരോന്നും അപ്രൂവ് ചെയ്യുക. എന്നാൽ ഫീൽഡ് തല വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം പദ്ധതികൾക്ക് അനിവാര്യമാണ് എന്നും കൃത്യമായിട്ട് ഗുണഭോക്താവിൻ്റെ വിശദ വിവരങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാവുള്ളൂ എന്നൊക്കെയാണ് പുതിയ സർക്കാരിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ ഫീൽഡ് തല വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടും അതോടൊപ്പം വീട്ടമ്മ പെൻഷൻ പദ്ധതിയായിട്ട് നടപ്പിലാക്കിയ സ്കീമാണ്. ഇതിൽ തന്നെ മറ്റ് ജോലികളുള്ളവരുണ്ട്, മറ്റ് വരുമാന മാർഗ്ഗങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അത് ഈ രീതിയിലെല്ലാം കൃത്യമായിട്ട് പരിശോധന വിധേയമാക്കിയ ശേഷം മാത്രം അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന രീതിയിൽ പുതിയൊരു പദ്ധതി അവതരിപ്പിക്കുന്ന രീതിയിലേക്കാണ് പുതിയ സർക്കാർ ആലോചിക്കുന്നത്. ഇനി മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഒരു പുതിയ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അപ്പോൾ അത്തരം പദ്ധതികൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ നിലവിൽ അവരുടെ ഡേറ്റ കൃത്യമായിട്ട് സർക്കാരിൻ്റെ പക്കലുണ്ട്. മറ്റേതെങ്കിലും രീതിയിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ സഹായ വിതരണമെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. വിവിധ മേഖലകളിൽ നിന്നും ഈ ഒരു പദ്ധതി നിർത്തിയതിനെതിരെ പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സർക്കാർ കാണുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, പൊതുജന അഭിപ്രായം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സർക്കാർ ഈ സമയത്ത് പഠനവിധേയമാക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം മാത്രമായിരിക്കും ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം പുതിയ സർക്കാർ സ്വീകരിക്കുക. നിലവിൽ ആനുകൂല്യം ഉടൻ തുടരേണ്ടതില്ല എന്നൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിലവിൽ 1000 രൂപ കുടിശ്ശിക വന്നിട്ടുള്ളത്, അതോടൊപ്പം തന്നെ തനത് മാസങ്ങളിൽ ലഭിക്കേണ്ട വിഹിതം, ഇതെല്ലാം തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.